ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ പഴയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു 2-3 ഗ്ലാസ്സെങ്കിലും എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് വിശേഷ അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ വീട് മനോഹരമാക്കിയെടുക്കാം. അതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 രീതിയിലാണ് ഈ ഗ്ലാസ്സുകളൊക്കെ ഇന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുമത്തെ എഴുത്തൊക്കെ നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാട്ടോ, ഞാനിപ്പോൾ ഇത് കളയണമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതെങ്കിലും ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഈ ഗ്ലാസ്സുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതേപോലത്തെ ഫെവി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് അതിൻ്റെ എഡ്ജിൽ മാത്രം ഞാൻ നമ്മൾ പേപ്പർ വെട്ടിയെടുത്തിട്ടില്ലേ, അതിൻ്റെ എഡ്ജിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആ പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ എടുക്കാം. അത് നമ്മുടെ ഗ്ലാസ്സിന് ചുറ്റും നമുക്കൊരു തിൻ ലെയർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഇതേപോലെ മുഴുവനായിട്ടും പക്ഷെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിറ്ററാണ്. അതും നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഗ്ലാസ്സിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഗ്ലാസ്സിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. എന്നിട്ട് ആ പേപ്പറിലൊന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. ഒട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും. എന്നിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഗ്ലിറ്റർ ആവാത്തതുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഗ്ലൂ പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ കൈകൊണ്ട് തന്നെ ഗ്ലിറ്റർ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ടും എല്ലായിടത്തും ഗ്ലിറ്റർ ആയതിനു ശേഷം നമുക്ക് പതുക്കെ നമ്മുടെ ഈ കടലാസ് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം നമുക്ക് ആ ഷേപ്പിൽ മാത്രം ആവാതെ നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കൂടി ചെയ്തു. നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ഒരു സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ, നമ്മുടെ ഡ്രസ്സ് മുഴുവൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റോൺ ലേസ്, അത് ആ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫെവിക്കോൾ തന്നെ വെച്ചിട്ട് ആ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗിയായ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഇതും കൂടിയും ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷി ടേപ്പാണ് കേട്ടോ. ഇത് 5 രൂപയാണ് ഈ ഒരു ടേപ്പിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കളർ എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി ഞാനിങ്ങനെ ഓരോന്നും ഇടകലർത്തിയിട്ട് ഈ ഗ്ലാസ്സിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഗ്ലാസ്സിൽ മുഴുവൻ ഇതേപോലെ വാഷി ടേപ്പ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ രീതിയിലാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒട്ടിക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മളിതിൽ മെഴുകുതിരി വെച്ച് കത്തിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അടുത്തതായിട്ട് ഞാൻ 2 പ്ലേറ്റിൽ നമ്മുടെ അരി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നല്ലേ, ഇത് നമുക്ക് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 കളറാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 2 പ്ലേറ്റിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ടോ, അത് വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു ടീസ്പൂൺ വെള്ളം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളമാവരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന കളർ ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനൊരു ഗ്രീൻ കളറും പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 എണ്ണത്തിലും ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതേപോലത്തെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറോ ഉണ്ടെങ്കിൽ അതിലൊന്ന് പരത്തി വയ്ക്കുക, ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിൽ ഇത് രണ്ടും ഒന്ന് പരത്തി ഇടാൻ പോവാണ്. നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ അരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ 2-3 കളറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ ഗ്ലാസ്സിൽ ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3 ഗ്ലാസ്സുകളും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലത്തെ ചെറിയ മെഴുകുതിരി ഉണ്ടല്ലോ, നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും കടകളിൽ നിന്ന്. ഇത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ആ 3 ഗ്ലാസ്സിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വാഷി ടേപ്പ് ഒട്ടിച്ച ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒട്ടിച്ചപ്പോൾ അതിൽ നിന്ന് പ്രകാശം വരുന്ന, വെളിച്ചം വരുന്ന രീതി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതേപോലെ ആയിരിക്കും നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ ആ വെളിച്ചം വരുന്ന രീതി, ആ ഒരു പാറ്റേൺ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിപ്പോട്ടോ. നല്ല ഭംഗിയുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി. നമ്മൾ വേറെ രീതിയിൽ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആ രീതിയിൽ വരുമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടൊന്ന് വെറൈറ്റി ആയി ഒന്ന് മനോഹരമാക്കാനായിട്ട്, ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നിങ്ങൾ ഈ രീതിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. അധികം ക്യാഷ് നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ബൈ.